സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന അതേ കോളേജിൽ തന്നെയാണ്, അഷ്ടാംഗം മെഡിക്കൽ കോളേജ്. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം കൂടിയാണ്. അപ്പോൾ അതേ കോളേജിൽ തന്നെയാണ്. ഇവിടുത്തെ ഭാവി ഡോക്ടർമാരാണ്. അവരുടെയൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമുക്ക് മനസ്സിലായി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോഴുള്ളൊരു ബാച്ചും അടിപൊളി പെർഫോമൻസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അവരുടെ പ്രാക്ടീസൊക്കെ ഞാൻ കണ്ടു. ഏതായാലും നമുക്ക് അവരുടെ ആ ഒരു കഴിവ് നമുക്ക് കാണാം. അങ്ങോട്ട് പോകാം. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ ദിലീപ് ഡെലിവറി ചെയ്യുന്ന അടിപൊളി ഒരു ഡയലോഗ് കൊണ്ട് വളരെ കോമഡി ആയിട്ടുള്ളതും വളരെ ടങ് ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. അതായത് പന്തൽ കസേര മേശ എന്ന് തുടങ്ങി ഇങ്ങനെ പോകുന്നൊരു ഡയലോഗാണ്. അത് നാക്കുളുക്കാൻ സാധ്യത ഏറെയാണ്. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ അതെങ്ങനെ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ സീൻ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. എന്താ സംശയം? പന്തല കസേര മേശ അലങ്കാരപ്പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. തെക്കേടുത്ത ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ തന്റെ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്. മനസ്സിലായോ? ഈ കുരുന്ന പ്രായത്തിനിടയിൽ 10-300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിനെ എങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതാകത്ത് പോയി തടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക. ഇങ്ങോട്ട് പോരട്ടെ. ആവശ്യമില്ല. ഓക്കെ, അപ്പം അഷ്ടാംഗത്തിലെ കുട്ടികൾ വളരെ മനോഹരമായി, എന്താണ്, സുന്ദരികളും സുന്ദരന്മാരുമാണ്. അവർക്ക് ഫുൾ എനർജിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അവരെ ആദ്യമായിട്ട് ഞാൻ ഒരാളെ അങ്ങ് വിളിക്കുകയാണ്. മനോഹരമായ ചിരിക്കുടമയായി ഇദ്ദേഹം വരും. എന്താണ് പേര്? അതുല്യ. അതുല്യ. എവിടെയാണ് നാട്? ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ സെക്കൻഡ് ഇയർ, സെക്കൻഡ് പ്രൊഫ്. എന്താ സംശയം? കസേര, മേശ, ചെയർ, ഇലൂമിനേഷൻ, ജനറേറ്റർ, സൗണ്ട് എഫക്റ്റ്, ഇതൊക്കെ കൂടി പന്തൽ കസേര മേശ, പന്തൽ കസേര മേശ, പന്തൽ കസേര മേശ, അലങ്കാരപ്പണി, ഇലൂമിനേഷൻ, സൗണ്ട് ആൻഡ് ലൈറ്റ്സ് എഫക്റ്റ്, ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി തുടങ്ങിയ മറ്റു പാത്രങ്ങളും 12 തരം കറികളും, 18 എത്ര വേണമെങ്കിലും 18 തരം കറികളും 3 തരം അല്ല 2 തരം. ഞാൻ ഒരു തരം കൂട്ടി. 2 തരം കൂട്ടിയത് പാലട. മൊത്തം ഏതൊക്കെയാണ് പായസം? ക്യാരറ്റ് പായസം, ബീട്രൂട്ട് പായസം. ഞാൻ പ്രതീക്ഷിച്ചു. പായസം തുടങ്ങിയ ഗംഭീര സദ്യ. തെക്കേടുത്ത് ട്രാവൽസിൽ നിന്നും ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ കാത്തിരിക്കുന്ന 7 വണ്ടികൾ. പിന്നെ തന്റെ തന്ത പറഞ്ഞിരിക്കുന്നത് ഈ സദ്യ അടിപൊളിയാക്കണം എന്നാണ്. ഈ കല്യാണം ഗംഭീരാക്കണം എന്നാണ്. ഈ കുരുന്നു പ്രായത്തില് 10-300 കല്യാണം നടത്തിയ വെളിച്ചത്തില് ഈ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മിപ്പിക്കും. അതിനൊക്കെ ഇങ്ങനെ പാചകക്കാരന്റെ വാചകം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്, മറക്കരുത്. ഇല്ല, ഒരിക്കലും മറക്കില്ല. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ അകത്ത് പോയി വല്ലതും കഴിക്കൂ, എന്തെങ്കിലും കഴിക്കൂ. അതിന് പോരട്ടെ, ആവശ്യം വരും. അടിപൊളി, സൂപ്പർ. ഹലോ, സൂപ്പർ. യെസ്, അടുത്തതായിട്ട് വിളിക്കുന്നു മിസ്റ്റർ ഷിബിൻ. എല്ലാം ആ ക്യാമറയിൽ നോക്കി അങ്ങോട്ട് വേണം അഭിനയിക്കാനും പറയാനും. ഏതിനാ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ. നാട് എവിടെയാണ്? മലപ്പുറം. ഒന്ന് ശ്വാസം എടുത്തേ, വിട്ടെ. ഓക്കെ, ആക്ഷൻ. പാടാനല്ല പറഞ്ഞ, പക്ഷെ എനിക്കത് വരത്തുള്ളൂ. പാട്ടോ? ഒരു പാട്ട് പാടേ. ആണോ? താങ്ക് യു സർ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ, വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ, അഴകെ ആഴിക്കണ്ണാളെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ, അഴകിൽ ചേർന്നിരിക്കൂലേ നിലവേ, വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ, മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ. അടിപൊളി, എക്സലന്റ് ആയിട്ട് പാടി. ആക്ഷൻ. പന്തൽ കസേര മേശ അലങ്കാര പണികൾ, ഇലുമിനേഷൻ വിത്ത് ലൗഡ് ആൻഡ് സൗണ്ട്.
ലൗട്ട് ആൻഡ് സൗണ്ട്. ലൗട്ട് ആൻഡ് സൗണ്ട് അതുകൊണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്. പന്തൽ, കസേര, മേശ, മറ്റ് അലങ്കാര പണികൾ, ഇലുമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ. പിന്നെന്താ? ഉരുളി. ഉരുളിന്റെ കൂടെ എന്തുകൊണ്ട്? പായസം. പായസം. സരസനാണല്ലേ? അല്ല, ചെമ്പ്, വാർപ്പ്, ഉരുളി അടങ്ങുന്ന 18ഓളം പായസം. അല്ല, മറ്റു പാത്രങ്ങൾ. മറ്റു പാത്രങ്ങൾ 18ഓളം പായസം. 18ഓളം പായസം. അതെ, ഏതൊക്കെ പായസം എന്ന് പറഞ്ഞേ? അല്ല, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതിനകത്ത്. 18ഓളം കറികൾ. കറികൾ. 18ഓളം കറികൾ, 2 കൂട്ടം പായസം. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഇങ്ങോട്ട് ഓടാനായി നിൽക്കുന്ന, എങ്ങോട്ട് ഓടാനായിട്ട്? അല്ല, ഈ കല്യാണത്തിന് ഓടണം. കല്യാണത്തിന് ഓടാനായി നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ നിന്റെ തന്ത. അത് കറക്റ്റായിട്ട് പറയുന്നത്. ഇതൊരു നടക്ക് പോവില്ല. ആര് പറഞ്ഞു? ഇത് രാത്രി ഒറ്റ നടക്ക് തലക്കെടുത്തോണ്ട് പോവാണ്. തമ്പി സാർ പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം ഗംഭീരമായി കൊടുക്കണമെന്ന്. 10-300ഓളം കല്യാണം നടത്തിയിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. 10-300ഓളം കല്യാണം നടത്തി 10-300ഓളം കല്യാണം നടത്തിയതിന് അനുഭവം. എന്താണ്? 10-300ഓളം കല്യാണം നടത്തിയതിന്റെ അനുഭവ. അണ്ണോ, ഈ വണ്ടി വേറെ റൂട്ടിലേക്കാണല്ലോ പോണത്. അനുപച്ച. അതേ പച്ച. ഒരു സെൻസ് കൂടെ. ഓക്കെ. തടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. 10-300ഓളം കല്യാണം നടത്തിയതിന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി പലതും പറയും, ഓർമ്മപ്പെടുത്തും. അതിനെ വെറും ഒരു പാചകക്കാരന്റെ വാചകമടിയൊന്നും പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അകത്ത് പോയി തടിയാണെങ്കിൽ വല്ലതും കഴിക്കും. പോരട്ടെ, ഇങ്ങോട്ട് ആവശ്യം വരും. അടിപൊളിടാ. ഇതിനടുത്ത് നടന്ന് ഉരുണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഓക്കെ. ഞാൻ വന്നിടം മുതൽ ഒരാളെ ഇങ്ങനെ നോക്കുകയാണ്. എങ്കയോ പാത്ത മുഖം. സംഭവം കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന് തുന്നം പാടി പോയ ആളാണ്. പക്ഷേ പുള്ളി ആദ്യമായിട്ടാണ് തോറ്റത്. അതുകൊണ്ട് തോറ്റ ചരിത്രം ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒന്നാം തരമായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊഡ്യൂസറെ വന്ന് കണ്ട് ചാക്കിട്ട് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തിട്ട് ഇവിടെ വന്ന് നിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. തനൂജ, നമ്മളൊന്നും ഒരിക്കലും തോറ്റു കൊടുക്കരുത് അല്ലേ? ഞാൻ കൂടുതൽ ഇനി ഒന്നും ചോദിക്കില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാ ഡീറ്റെയിൽ ഞാൻ ചോദിച്ചതാണ്. തുടങ്ങിയാലോ നമുക്ക് അങ്ങോട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുക എന്താണെന്നുള്ളത്. റെഡി, ആക്ഷൻ. എന്താ സംശയം? പന്തല്, മേശ, കസേര, അലങ്കാര പണികൾ, ഇല്ലൂമിനേഷൻ, സൗണ്ട് വിത്ത് ലൈറ്റ്, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ, 18 തരം കറികൾ, പിന്നെ 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യ. തെക്കേടത്ത് ട്രാവൽസിൽ നിന്നും ഓടാനായി തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ, പിന്നെ തന്റെ തന്ത, ഐ മീൻ യുവർ ഫാദർ. തമ്പി സാർ പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം ഗംഭീരമായി നടത്തി കൊടുക്കണമെന്ന്. ഈ ചെറു പ്രായത്തിൽ 10-300ഓളം കല്യാണങ്ങൾ നടത്തിക്കൊടുത്ത അൽഫോ വെളിച്ചത്തിൽ അനുഭവത്തിൽ ഈ രാമൻകുട്ടി പലതും പറയും, ചിലപ്പോ ഓർമ്മപ്പെടുത്തും. അതൊക്കെ ഒരു പാചകക്കാരുടെ വാചകങ്ങൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് എന്റെ ഡിസ്റ്റർബ് ചെയ്യാതെ അകത്ത് പോയി വല്ലതും എടുത്ത് മേലടങ്ങി വല്ലതും എടുത്ത് കഴിക്ക്. ഇനി പോരട്ടെ, ആവശ്യം വരും. ശരി സാർ. സിനിമയൊക്കെ എവിടുന്ന വന്നേ? നമ്മൾ പട്ടാമ്പിയിലെത്തി. നമ്മൾ തിരിച്ചു പോവാം. പക്ഷെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഗംഭീരം. ഇങ്ങനെ ആകണം. അപ്പോൾ ഇനി അടുത്ത ആരാണ് വിളിക്കുന്നത്? നമ്മൾ ആതിര. എന്തായിരുന്നു പേര്? ആദിത്യ. വരും, ആദിത്യ വരും. അപ്പോൾ ആദിത്യ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് കോളേജ് ലൈഫ്? വീട് എവിടെയാണ്? എൻ്റെ ചങ്കരംകുളം, മലപ്പുറം. മലപ്പുറത്താണോ? ഓക്കെ. ഇവിടെ ഹോസ്റ്റൽ. ഓക്കെ. ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ BMS. ഓക്കെ. ആക്ഷൻ. പന്തല, മേശ, കസേര, ഇലുമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ. ചെമ്പ്, വാർപ്പ്, ഉരുളി, 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യ. പിന്നെ തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ വേണ്ടി മാത്രം തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ, പിന്നെ നിന്റെ തന്ത, ഐ മീൻ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കണം എന്നാണ്. ഈ കുരുന്ന പ്രായത്തിൽ 10-300ഓളം കല്യാണം നടത്തിയ ചെറിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി പലതും പറയും, പലതും ഓർമ്മപ്പെടുത്തും. അത് പക്ഷേ ഈ പാചകക്കാരന്റെ വാചക എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കരുത്. പിന്നെന്തായിരുന്നു അത്? പറഞ്ഞു, ധൈര്യമായി പറഞ്ഞു. വെറുതെ ഇവിടെ നിന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ അകത്ത് പോയി വല്ലതും കയലണെങ്കിൽ കഴിക്കൂ കുട്ടി. തടി ഇങ്ങ് പോരട്ടെ, ആവശ്യം വരും. അടിപൊളി, സൂപ്പർ. യെസ്. അടുത്തായിട്ട് നമുക്ക് വിളിക്കാം ആരതി. വരൂ ആരതി. ആരതി,
എന്താണ് സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചല്ലേ? അതുകൊള്ളല്ലേ, നല്ലൊരു ഉത്തരവാദല്ലേ. പഠിച്ചെന്നോ ഇല്ലെന്നോ? അതെന്ത് കുറച്ച് പഠിച്ചത്? കുറച്ച് കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടുണ്ടോ? അയ്യോ, എന്ത് പറ്റി അങ്ങനെ? ഇവിടെ ഇവരെല്ലാരും പഠിച്ചല്ലേ? പഠിച്ചു. അപ്പോൾ ബാക്കി ഹെൽപ്പ് ചെയ്യാം. എവിടെ, നാട് എവിടെയാണ്? എറണാകുളം. ഇവിടെ ഏത് ഇയർ ആണ് ഇപ്പോൾ? 4th year, 5th year. റെഡി അല്ലേ? ഇത് ലെൻസ് ആണോ ഒറിജിനൽ ആണോ? അടിപൊളി. ആക്ഷൻ. ചിരിക്കൊടുക്കുകയാണല്ലേ? എന്താ സംശയം? പന്തല്, കസേര, മേശ, മറ്റ് അലങ്കാര പണികളും ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റ് പാത്രങ്ങളും 18 തരം കറികൾ, 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യ, തെക്കേടുത്ത് ട്രാവൽസിൽ നിന്ന് ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകളും, പിന്നെ തന്റെ തന്ത ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി നടക്കണം എന്നാണ്. ഗംഭീരാക്കി നടത്തി കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഈ കുരുന്ന പ്രായത്തില് 300 കല്യാണം നടത്തിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി പലതും പറയും, ഓർമ്മപ്പെടുത്തും. അതിന് പാചകക്കാരന്റെ വാചകം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കരുത്. അതുകൊണ്ട് അകത്ത് പോയി വല്ലതും എടുത്തങ്ങോട്ട് കഴിക്കേ, ഇവിടെ പോരട്ടെ, ആവശ്യം വരും. എന്തല്ലേ? അടിപൊളി, അടിപൊളി, സൂപ്പർ. അടുത്തായിട്ട് വേദി കൈയടക്കാൻ വരുന്നു കാവ്യ. കാവ്യ ഭയങ്കര കോൺഫിഡൻസിലാണ്. ഏത് ഇയറാണ് ഇവിടെ? നാട് എവിടെയാണ്? അടുത്ത തൃത്താല. ആക്ഷൻ. എന്താ സംശയം? പന്തല്, കസേര, മേശ, ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, വാർപ്പ്, ചെമ്പ്, അങ്ങനെ മറ്റു പാത്രങ്ങളും. ഉരുളിയൊക്കെ പോയല്ലേ? ഉരുളി, വാർപ്പ്, ചെമ്പ്, അങ്ങനെ മറ്റു ഉരുളി, വാർപ്പ്, ചെമ്പ്, അങ്ങനെ മറ്റു പാത്രങ്ങളും 18 കൂട്ടം കറികളും അടങ്ങുന്ന സദ്യ, പിന്നെ 2 പായസവും. ഇതെല്ലാം ചേർത്ത് ഈ കല്യാണം ഗംഭീരമാക്കണം എന്നാണ് നിന്റെ തന്ത ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ചെറിയ പ്രായത്തിന്റെ ഉള്ളിൽ 300 കല്യാണം നടത്തിയിട്ടുള്ളതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി പലതും പറയും, പ്രവർത്തിക്കും. അതിന് പാചകക്കാരന്റെ വാചകം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കരുത്. എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അകത്ത് പോയി മേലിളകി വല്ലതെടുത്ത് കഴിക്കൂ. തടിയൊക്കെ അങ്ങ് ഇളകട്ടെ, ആവശ്യം വരും. എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. അടിപൊളിയാട്ടാ. യെസ്, അടുത്തതായിട്ട് വരുന്നു ആദിത്യ. ആദിത്യ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. എങ്ങനെയുണ്ട് ഈ കോളേജിലെ പഠനം? നല്ലതായിട്ട് പോകുന്നു. ഏതിനാണ് ഇപ്പോൾ? ഫൈനൽ ഇയർ ആണ്. ഫൈനൽ ഇയർ. നാട്? കൊല്ലം. കൊല്ലത്തെവിടെ? ഞാൻ കൊല്ലക്കാരനാണ്, ചന്ദ്രത്തോട് പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അങ്ങോട്ട്. ആക്ഷൻ. എന്താ സംശയം? പന്തല്, കസേര, മേശ, ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ഉരുളി, ചെമ്പ്, വാർപ്പ്, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികൾ ഉൾപ്പെടുന്ന സദ്യയും, 2 പായസം ഉൾപ്പെടുന്ന ഗംഭീര സദ്യയും, തെക്കേടുത്ത് തറവാട്ടിൽ നിന്നും എന്താ എന്റെ ഉദ്ദേശം? തെക്കേടുത്ത് ട്രാവൽസിൽ നിന്നും ഈ കല്യാണത്തിന് വേണ്ടി മാത്രം ഓടാനായി നിൽക്കുന്ന 7ഓളം കാറുകൾ. നിന്റെ തന്ത ഐ മീൻ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരമാക്കി കൊടുക്കണമെന്നാണ്. ചെറിയ പ്രായത്തിനിടയ്ക്ക് 300 കല്യാണം നടത്തിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ രാമൻകുട്ടി പലതും പറയും, ഓർമ്മപ്പെടുത്തും. അതിനെയൊക്കെ ഈ പാചകക്കാരന്റെ വാചകമടിയെ കണ്ട് അധിക്ഷേപിക്കരുത്. എന്നെ ഇവിടെ ഇന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ അകത്ത് പോയി മേലിറങ്ങി എന്തെങ്കിലും എടുത്ത് കഴിക്കൂ. ഇങ്ങ് പോരട്ടെ, ആവശ്യം വരും. എന്നാലും ആ കുട്ടിയുടെ ചുറുചുറുക്ക് സമ്മതിക്കാതെ വയ്യ. രഞ്ജന, എന്തൊക്കെയാണ് വിശേഷം? രഞ്ജന, നമ്മളിവിടെ നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെ പറഞ്ഞാണ്, ആദ്യം തിരിഞ്ഞ് നമ്മുടെ ജനങ്ങൾ കൂടെ ഒന്ന് കാണട്ടെ. അപ്പോൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെ പറഞ്ഞതാണ്, പഴയ ഒരു സിനിമ നടിയുണ്ട്, ഐ തിങ്ക് സംഗീത എന്നാണ് അവരുടെ പേര്, ചിന്താവിഷ്ടേഷം, പലരും പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട്. അപ്പോൾ ആ ഒരു കട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു കയ്യടി കൊടുക്കുക. ഇവിടെ ഏതിനായിരുന്നു? സെക്കൻഡ് പ്രൊഫൈൽ നാടെവിടെ? എറണാകുളം. വേറെ എക്സ്ട്രാ ഡാൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരു കലാകാരി കാണുമ്പോൾ നമുക്കറിയാം. പാട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ റെഡി. നമുക്ക് ഇപ്പം തൽക്കാലം അഭിനയം മതി. ഓക്കെ, ആക്ഷൻ. എന്താ സംശയം? പന്തൽ, കസേര, മേശ, അലങ്കാരപ്പണികൾ, ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പുരുളി, വാർപ്പ്, മറ്റു പാത്രങ്ങളും 18 തരം കറികൾ, 2 കൂട്ടം പായസം അടങ്ങിയിട്ടുള്ള ഗംഭീര സദ്യ, തെക്കേടുത്ത് ട്രാവൽസിൽ നിന്നും ഈ കല്യാണത്തിന് ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ, പിന്നെ നിന്റെ തന്ത ഐ മീൻ അത് മാത്രം എന്റെ മുഖത്ത് നോക്കി. എന്താ സംശയം? പന്തൽ, കസേര, മേശ, മറ്റു ഉപകരണങ്ങൾ, ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങളും 18 തരം കറികളും 2 കൂട്ടം പായസമുള്ള ഗംഭീര സദ്യ, തെക്കേടുത്ത തറവാട്ടിൽ നിന്നും ഈ കല്യാണത്തിന് ഓടാൻ തയ്യാറാക്കിയിട്ടുള്ള 7ഓളം കാറുകൾ,
പിന്നെ നിന്റെ തന്ത ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ ഈ കല്യാണം മനോഹരമായി നടത്തി കൊടുക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഈ കുരുന്നു പ്രായത്തിൽ ഈ രാമൻകുട്ടി 100-300 കല്യാണം നടത്തിയതിന്റെ പരിചയത്തിൽ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിന് ഈ പാചകക്കാരന്റെ വാചകം എന്ന് പറഞ്ഞ് എന്നെ വെറുതെ അധിക്ഷേപിക്കരുത്. എന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. മേലാണെങ്കിൽ വെല്ലം പോയി അകത്ത് പോയി നിന്ന് കഴിക്കേ, ഒന്ന് ഇളകി വരട്ടെ, ആവശ്യം വരും. ഓക്കെ, അടിപൊളി കേട്ടോ, സൂപ്പർ. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ, അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ, അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നീലക്കണ്ണുള്ള ആ സുന്ദരിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആരതി. യെസ്, എല്ലാവരും മനോഹരമായി തന്നെ ചെയ്തു. എങ്കിലും ഒരു പടി മേളിൽ ഇങ്ങനെ ചിരിച്ച് ചെയ്തപ്പോൾ നമ്മളെയും കുറേയൊക്കെ ചിരിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ പ്രൈസ് തരുന്നത്. ഇത് ഫെയർ ഫിൻ ഡിജിറ്റൽ സോൺ, പാലക്കാടും തൃശ്ശൂരൊക്കെ അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. അവർ തരുന്ന ഒരു ഇത് ഉപകാരപ്പെടുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു തോറ്റ ചരിത്രം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും എത്തിയ തനൂജ. അതാണ്, നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ വീണുപോയാൽ അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് വരിക എന്നുള്ളതിനൊരു ഉദാഹരണമാണ് തനൂജ. അപ്പോൾ തനൂജ ഇതാണ്ട് ഫെയർ ഫിൻ ഡിജിറ്റൽ സോൺ നൽകുന്ന ഒരു ഗിഫ്റ്റ്. പിന്നെ ഒയസ്കോ സേമിയ പായസം, മധുരമുള്ള കുറച്ച് പായസമൊക്കെ ഉണ്ടായി കഴിക്കണം കേട്ടോ. അടുത്തതായിട്ട് വിളിക്കുന്നു അതുല്യ. എൻ്റെ പേരല്ലേ അതുല്യ, അടുത്ത ആളുടെ അടുത്ത് ചോദിക്കുന്നു. അതുല്യ ഡിജിറ്റൽ സോൺ, ഫെയർ ഫിൻ ഡിജിറ്റൽ സോൺ നൽകുന്ന ഒരു ഗിഫ്റ്റ്. പിന്നെ എലമെൻറ്റ്സ് കോക്കനട്ട് ഓയിൽ, അതായത് ഇതെന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള ഓയിലാണ്. കർഷകരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ് എത്തിക്കുന്ന ഒരു ഓയിലാണ്. ഇത് വേറെ എവിടെയും കിട്ടത്തില്ല, എലമെൻറ്റ്സിൻ്റെ മാത്രം പ്രൊഡക്റ്റാണ്. അപ്പോൾ ഓക്കെ, ശരി, എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് വിളിക്കുന്നു രഞ്ജന. രഞ്ജന തിരിഞ്ഞിക്ക്. ഓക്കെ, രഞ്ജന നല്ലൊരു ഡാൻസറാണ്, നല്ലൊരു ആക്ട്രസ്സായി മാറട്ടെ. കൂടെ എന്താണ് വിദ്യാഭ്യാസം താങ്കൾ ആഗ്രഹിച്ചൊരു മേഖലയിലെത്തട്ടെ. PR കേക്ക്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ്. ഓരോ ബൈറ്റിലും മനം കവരുന്ന രുചിയാണ് ഇതിനുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം ഷിബിൻ. ഷിബിനെ ഹാപ്പി അല്ലടാ? ഓക്കെ, നിനക്ക് ഇതേണ്ട ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റ്. ആർക്കെങ്കിലും കാറുള്ളവർക്ക് കൊടുക്കുന്നെങ്കിൽ ഡീപൂൾ നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റാണ്. കാറ് നീ പഠിച്ച് ഇവിടെ ലാസ്റ്റ് ഇറങ്ങിയതിന് ശേഷം 1 മാസം കൊണ്ട് നീ കാർ എടുത്തിരിക്കും കേട്ടോ. അത്രയും നല്ല ഡോക്ടറായി മാറട്ടെ. ഓക്കെ, യെസ്. അഷ്ടാംഗം ആയുർവേദിക് മെഡിക്കൽ കോളേജിലെ ഈ എപ്പിസോഡ് ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വളരെ മനോഹരമായി തന്നെ കുട്ടികളെല്ലാം പെർഫോം ചെയ്തു. വളരെ നല്ല എപ്പിസോഡാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കോളേജിൽ കാണും വരെയും ഗുഡ് ബൈ.